Hello students, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് സിഗ്നൽ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് സിഗ്നൽസ്. ഓക്കെ, ഈ ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് സിഗ്നൽസ് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സോഴ്സ് കൺസിഡർ ചെയ്യാം. ആ സോഴ്സ് ഒരു എം സിഗ്നൽസ് എമിറ്റ് ചെയ്യുന്ന സോഴ്സായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. Okay, so we have to consider a source which will emit m signals or m energy signal. So we will start by consider a set of m energy signals. Okay, m energy signals നേരത്തെ നമ്മൾ പല കോഴ്സിലും സിഗ്നൽസ് പോലുള്ള കോഴ്സിലൊക്കെ പഠിക്കുന്നതാണ്, എനർജി പവർ സിഗ്നൽസ്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു എം എനർജി സിഗ്നൽസ് എമിറ്റ് ചെയ്യുന്ന ഒരു സോഴ്സിനെ കൺസിഡർ ചെയ്യുക. അപ്പം ഈ ഒരു എം സിഗ്നൽസാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു സിഗ്നലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ സിഗ്നൽ. ഓക്കെ, എം സിഗ്നൽസ് ആണ്. സോ ദിസ് ഐ വിൽ വേരിയിങ് ഫ്രം 1 to m. That means this set will consist of S1 of t എന്ന് പറഞ്ഞൊരു സിഗ്നൽ, ദെൻ S2 of t എന്ന് പറഞ്ഞ മറ്റൊരു എനർജി സിഗ്നൽ, അങ്ങനെ SM of t എം എനർജി സിഗ്നൽ ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഈ സിഗ്നലിനെ നമ്മൾ ജോമെട്രിക്കലി എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുമെന്നാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഇൻ ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ഇൻ ജോമെട്രിക് representation we can or we are representing signals as vectors. നമ്മൾ സിഗ്നലിനെ വെക്റ്റേഴ്സ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, വിച്ച് വിൽ ഫോം ആൻ n dimensional space, which will or in an n dimensional spaceൽ ഈ സിഗ്നൽസിനെ നമ്മൾ സിഗ്നൽ വെക്റ്റേഴ്സായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ കിട്ടുന്നത്. ഈ എൻ ഡൈമെൻഷണൽ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് 2 ഡൈമെൻഷണൽ സ്പേസ് അറിയാം, അല്ലേ? നമ്മൾ നോർമലി എക്സ് ആക്സിസ് വൈ ആക്സിസ് പ്ലോട്ട് ചെയ്യും. ദിസ് ഇസ് എ 2 ഡൈമെൻഷണൽ സ്പേസ്. 3 ഡൈമെൻഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? ഇസഡ് ആക്സിസിൽ. അങ്ങനെ n ഡൈമെൻഷൻസ് ഉള്ള ഒരു സ്പേസ്, ഓക്കെ, അങ്ങനെ ഒരു സ്പേസിൽ നമുക്ക് ഈ സിഗ്നൽസിനെ വെക്റ്റോറിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും യൂസിങ് ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, നൗ ഈ സിഗ്നലിനെ എങ്ങനെ നമുക്ക് ഒരു സിഗ്നലിനെ എടുത്തിട്ട് എങ്ങനെ നമുക്ക് വെക്റ്റോറിക്കലി നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ആസ് എ വെക്റ്റർ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്ന് നോക്കാം. സോ ഇഫ് SI of t ഈസ് ദ സിഗ്നൽ, ഓക്കെ, അതിൻ്റെ വെക്റ്റോറിക്കൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ ഇങ്ങനെയായിരിക്കും എഴുതുന്നത്. SI, ഓക്കെ, ഇറ്റ് വിൽ കൺസിസ്റ്റ് ഓഫ് n ഡൈമെൻഷണൽ സ്പേസ് ആയതുകൊണ്ട് n എലമെൻറ്റ്സ് ഉണ്ടാവും. ദാറ്റ് ഈസ് SI1, SI2 അപ് ടു SIN. ഓക്കെ, ഇത്രയും എലമെൻറ്റ്സ് ഉണ്ടാവും. SI1, SI2 അപ് ടു വാട്ട് SIN. ഓക്കെ, നൗ ഇത് കുറച്ചുകൂടി മനസ്സിലാക്കാനായിട്ട് നമുക്ക് പിന്നെ ദർ ഇസ് വൺ മോർ തിങ്. ഈ ഒരു n ഡൈമെൻഷണൽ സ്പേസ് ഞാനിവിടെ പറഞ്ഞു, ആൻഡ് ദർ ഇസ് എ കണ്ടീഷൻ ദാറ്റ് ദിസ് n, ഓക്കെ, ഈ n ഡൈമെൻഷൻ എന്ന് പറയുന്നത് ഡൈമെൻഷൻ ക്ലിയർ ആകും. ഓക്കെ, ലേറ്റർ ഓൺ യു വിൽ ബിക്കം മോർ ക്ലിയർ അബൌട്ട് ദിസ് ഡൈമെൻഷൻ. So this n should be always less than or equal to m. Okay, always remember that we can represent m signals in a space having n dimensions. പക്ഷേ n എന്ന് പറയുന്നത് എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ആയിരിക്കും. ഓക്കെ, നൗ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 2 ഡൈമെൻഷൻ കൺസിഡർ ചെയ്യാം. ഓക്കെ, എക്സാമ്പിൾ ലെറ്റ് മീ കൺസിഡർ എ 2 ഡൈമെൻഷണൽ, ഓക്കെ, 2 ഡൈമെൻഷണൽ സ്പേസ്. അത് നമ്മൾ വളരെ ഫെമിലിയർ ആണ്. 2 ഡൈമെൻഷണൽ എക്സ് ആക്സിസ് വൈ ആക്സിസിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്, അല്ലേ? നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഒരു 2 ഡൈമെൻഷൻ പേപ്പറിൽ റെപ്രസെൻറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ 2 ഡൈമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത്? 2 ഡൈമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും 2 ആക്സിസ് ആണ് ഉള്ളത്, അല്ലേ? അപ്പോൾ അതിന് മുമ്പായിട്ട് 2 ഡൈമെൻഷനിൽ എടുക്കുമ്പം ഈ 2 ഡൈമെൻഷണൽ സ്പേസിൽ നമ്മൾ സിഗ്നലിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പം ആ സിഗ്നലിന് എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും? ഓക്കെ, എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും? നമ്മൾ വെക്റ്റോറിക്കലി റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ 2 എലമെൻറ്റേ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് SI1 ആൻഡ് SI2. ഓക്കെ, 2 ഡൈമെൻഷൻ ആകുമ്പോൾ. ഓക്കെ, നൗ ഈ സിഗ്നലിനെ ഞാനൊരു സ്പേസിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ,
അന്നേരം നമ്മൾ യൂസ് ചെയ്യുന്ന ഈ രണ്ട് ഡൈമെൻഷൻ, അതായത് ഈ രണ്ട് ആക്സിസിന് നമ്മളൊരു നെയിം കൊടുക്കും. ദാറ്റ് ഈസ് phi 1 of t ആൻഡ് ദിസ് ആക്സിസ് ഈസ് നത്തിങ് ബട്ട് phi 2 of t. രണ്ട് ഡൈമെൻഷനേ ഉള്ളെങ്കിലാണെങ്കിൽ 3 ആണെങ്കിൽ phi 3 of t, n ആണെങ്കിൽ phi n of t. ഓക്കെ, അപ്പോൾ നമ്മൾ phi 1 of t, phi 2 of t എന്നാണ് ഈ ആക്സിസിനെ പറയുന്നത്. അപ്പോൾ ഈ ആക്സിസ്, ഓക്കെ, ദീസ് ആക്സിസ് ദാറ്റ് ഈസ് phi 1 of t and phi 2 of t. ഓക്കെ, ദീസ് ടു ആക്സിസ് ആർ നോൺ ആസ് ഓർത്തോനോർമൽ. ഓക്കെ, ഓർത്തോനോർമൽ basis function, orthonormal basis function or orthonormal basis function or basis function എന്ന് പറയും. പക്ഷേ ഈ ബേസിസ് ഫംഗ്ഷൻ ഹാസ് ടു ബി ഓർത്തോനോമൽ എന്താണെന്ന് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആക്സിസ് ആണ് ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബേസിസ് ഫംഗ്ഷൻ, ഈ ആക്സിസ് ദാറ്റ് ഈസ് ഈ ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ട്, അത് നിങ്ങൾ പഠിക്കണം. സോ first we will understand this orthonormal basic function properties ഉണ്ട്. So what are the important properties of this orthonormal basis function? ആദ്യം അത് പഠിക്കാം. This is important also. Many a times this question have been asked in the university examination. Okay, അതിൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ഇത് ഓർത്ത് വെക്കാൻ വളരെ എളുപ്പമാണ്. ഓർത്തോ നോർമൽ അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓർത്തോ പ്ലസ് നോർമൽ എന്നുള്ളൊരു മീനിങ് ആണ്. ഓർത്തോ മീൻസ്, ഓർത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? ഓർത്തോഗണൽ. ഓർത്തോ മീൻസ് വാട്ട്? ഓർത്തോഗണൽ. ഓർത്തോഗണൽ ദാറ്റ് മീൻസ് ഇവിടെ എത്ര ഫങ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നോ അത്രയും ഫങ്ഷൻസും, ഓക്കെ, ഓൾ ദ ഫങ്ഷൻസ്, നമ്മൾ രണ്ടെണ്ണേ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് ബോത്ത് ദ ഫങ്ഷൻസ് ആർ ഓർത്തോഗണൽ ടു ഈച്ച് അതർ. ഓർത്തോഗണൽ ടു ഈച്ച് അതർ, അതാണ് ഒരു പ്രോപ്പർട്ടി. മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ എന്നാണ് അല്ലേ. നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇറ്റ് മീൻസ് ഈ യൂസ് ചെയ്യുന്ന ബേസിസ് ഫങ്ഷൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ യൂണിറ്റി ആയിരിക്കും. ദാറ്റ് ഈസ് ഇറ്റ് വിൽ ബി നോർമലൈസ്ഡ് ടു യൂണിറ്റ് എനർജി. നോർമലൈസ്ഡ് ടു യൂണിറ്റ് എനർജി. ഈ രണ്ട് പ്രോപ്പർട്ടിയാണ് നമ്മൾ ഓർത്ത് വെക്കുന്നത്, പേരിൽ തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദ ബേസിസ് ഫങ്ഷൻ, നമ്മൾ യൂസ് ചെയ്യുന്ന ബേസിക്സ് ഫങ്ഷൻ മസ്റ്റ് ബി വാട്ട്? മസ്റ്റ് ബി ഓർത്തോഗണൽ. ഓക്കെ, what do you mean by ഓർത്തോഗണൽ? ഓർത്തോഗണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ അതിൻ്റെ ഇന്നർ ഡോട്ട് പ്രൊഡക്റ്റ് അല്ലേ, നമ്മൾ രണ്ട് സിഗ്നൽ എടുക്കുവാണെങ്കിൽ എ ഡോട്ട് ബി 0 ആയിരിക്കണം. അതാണ് ആ ഓർത്തോഗണലിൻ്റെ മീനിങ്. ഓർ ഇന്നർ ഡോട്ട് പ്രൊഡക്റ്റ്, ദറ്റ് ഈസ് എ ഡോട്ട് ബി ഈസ് നത്തിങ് ബട്ട് എ ബി കോസ് തീറ്റ. ആ ഇന്നർ ഡോട്ട് പ്രോഡക്റ്റ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഇന്നർ ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിരിക്കണം. അതാണ് ഈ ഓർത്തോഗണലിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ കണ്ടീഷൻ നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നതിൻ്റെ കണ്ടീഷൻ ഇങ്ങനെയാണ്. ഞാനിവിടെ രണ്ട് സിഗ്നൽ കൺസിഡർ ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ജനറലായിട്ട് ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് phi 1 of t and phi of t, ലെറ്റ് മീ റെപ്രസെൻറ്റ് ഇറ്റ് ആസ് phi I of t and phi j of t. ഇതാണ് എൻ്റെ നിങ്ങൾ യൂസ് ചെയ്യുന്ന രണ്ട് ബേസിസ് ഫംഗ്ഷൻ. ഇതാണ് ഈ രണ്ട് ബേസിസ് ഫംഗ്ഷൻ ഓർത്തോഗണൽ ആകണമെങ്കിൽ ഉള്ള കണ്ടീഷൻ നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് പറയാം. ദറ്റ് ഈസ് ഇൻ്റഗ്രേറ്റിംഗ് ഫ്രം 0 to t. ഓക്കെ, ആദ്യം മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുവാണ്. ഇൻ്റഗ്രേറ്റിംഗ് 0 to t, ഇൻ്റഗ്രൽ 0 to t phi of t into phi j of t dt. ഓക്കെ, ഇറ്റ് വിൽ ടേക്ക് two values. One is it will take a value equal to a constant, say k. ഇതെപ്പോഴാണെന്നറിയാവോ? for I equal to j. And it will take a 0 value, that is when I not equal to j. അപ്പോൾ ഇതാണ് ഓർത്തോഗണൽ കണ്ടീഷൻ പറയുന്നത്. ഓർത്തോഗണൽ കണ്ടീഷൻ ഇതാണ്. ദാറ്റ് ഈസ് ഈ ഒരു ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ എടുത്ത് കഴിയുമ്പം ദിസ് വിൽ കമ്പ്യൂട്ട് ടു 0. ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ ഓർത്തോഗണാലിറ്റി. ഓക്കെ, ഐ നോട്ട് ഈക്വൽ ടു ജെ, ഐയും ജെയും ഈക്വൽ ടു 1 ആകുവാണെങ്കിലോ ഐയും ജെയും ഈക്വൽ ടു 2 ആകുവാണെങ്കിലോ ഒരിക്കലും 0 ആകത്തില്ല. പക്ഷേ വെനെവർ ഐ ഈസ് നോട്ട് ഈക്വൽ ടു ജെ, ദ ഇന്നർ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ ഓർത്തോഗണാലിറ്റി. ഞാൻ സെക്കൻഡ് ഫംഗ്ഷൻ പറഞ്ഞിരുന്നു. സെക്കൻഡ് പറഞ്ഞത് എന്താണ്? സെക്കൻഡ് ഞാൻ പറഞ്ഞത് that is the basis function
should be what? Should be normalized to unit energy. യൂണിറ്റ് എനർജി ആയിരിക്കണം ഈ ബേസിസ് ഫംഗ്ഷന് ഉണ്ടാവുക. അപ്പോൾ അത് നമുക്ക് കിട്ടുന്നത് I ഈക്വൽ ടു ജെയിലാണ്. അതായത് ഈ കണ്ടീഷനകത്ത് K1 ആകുമ്പോഴാണ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് 0 to t 5i of t okay into 5j of t dt. When the value of k becomes equal to 1 for I equal to j, we can say the function will be normalized to unit energy. ശരിയല്ലേ? I equal to j നോക്ക്, നിങ്ങൾ I equal to j ഇട്ട് കൊടുക്കും. I equal to j ഇട്ട് കൊടുക്കുമ്പം this will become integral 0 to t 5i square of t dt is equal to 1. അല്ലേ? ശരിയല്ലേ? ഇതിൻ്റെ അർത്ഥം എന്താണ്? ഏതൊരു സിഗ്നലിനെ അതിൻ്റെ സ്ക്വയർ ചെയ്തതിന് ശേഷം ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? എനർജിയാണല്ലേ. സോ 0 to t എനി സിഗ്നൽ സ്ക്വയർ എക്സ് സ്ക്വയർ ഓഫ് ടി ഈസ് നത്തിങ് ബട്ട് എനർജി ഓഫ് ദാറ്റ് സിഗ്നലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്താണ്? എനർജി ഓഫ് ദ ബേസിസ് ഫംഗ്ഷൻ ആണ്. ഈ എനർജി ഓഫ് ദ ബേസിസ് ഫംഗ്ഷൻ എന്താണ് കിട്ടുന്നത്? യൂണിറ്റി ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു കണ്ടീഷനകത്ത് K1 ആകുമ്പം നമുക്ക് യൂണിറ്റ് എനർജിയുടെ ഒരു മീനിങ് കിട്ടും. സോ ദിസ് മീൻസ്, വാട്ട് ഡസ് ദിസ് മീൻ? ദിസ് മീൻസ് ദാറ്റ് ദ ബേസിസ് ഫംഗ്ഷൻ ഹാവ് യൂണിറ്റ് energy. Basic function have unit energy. Okay, so this is the condition for orthonormal. This is the condition for two basis function to become orthonormal. ഏതാണ് അതിൻ്റെ കണ്ടീഷൻ? Don't get confused. K വെച്ച് റെപ്രസെൻറ്റ് ചെയ്യരുത്, ഈക്വൽ ടു 1. ഓക്കെ, സോ ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ എ സിഗ്നൽ ടു ബിക്കം ഓർത്തോഗണൽ വെൻ I is equal to j. അങ്ങനെ ഓർത്തോനോർമൽ, ഐ മീൻ നോർമലൈസ്ഡ് യൂണിറ്റ് എനർജി ആകാനുള്ളത്. ഓക്കെ, അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ I equal to j നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് യൂണിറ്റ് എനർജി. സോ ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ ബേസിസ് ഫംഗ്ഷൻ. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ആക്സിസിൻ്റെ ബേസിസ് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു സിഗ്നൽസിൻ്റെയൊക്കെ ഒരു മീനിങ് എന്താണെന്ന് നോക്കാം. അത് ഈ സ്പേസ് എങ്ങനെയാണ് ഈ ഒരു വെക്റ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു സിഗ്നലിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യമേ പറഞ്ഞു, നമ്മൾ അസ്യൂം ചെയ്തത് ഒരു 2 ഡൈമെൻഷണൽ സ്പേസ് ആണല്ലേ. അപ്പോൾ 2 ആക്സിസേ ഉള്ളൂ. ആൻഡ് signal vector SI is equal to, okay, this is the signal vector having SI1 and SI2 element. അപ്പോൾ ഈ ഒരു സിഗ്നലിനെ ഞാൻ റെപ്രസെൻ്റ് ചെയ്യുവാണ്, ഒരു 2 ഡയമെൻഷണൽ സ്പേസിൽ റെപ്രസെൻ്റ് ചെയ്യുവാണെങ്കിൽ, ഓക്കെ, ഫസ്റ്റ് സിഗ്നൽ SI1 ആണ്. 2 സിഗ്നൽ, ഓക്കെ, 2 സിഗ്നലാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് ഇഫ് ദെയർ ആർ 2 സിഗ്നൽസ്, ഓക്കെ, ഇഫ് ദെയർ ആർ സേ 2 സിഗ്നൽസ്, 2 സിഗ്നൽ ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സിഗ്നലിൻ്റെ എലമെൻറ്റ്സ് എന്തൊക്കെയായിരിക്കും? S1 of t നമുക്ക് എങ്ങനെ എഴുതാം? ഈ വെക്റ്റർ റെപ്രസെൻറ്റേഷൻ വെച്ച് S1 is equal to what? S11 and S12. Okay, now this S11 and S12 will form the coordinate. Okay, ഓർത്തോണം, ഈ S11ഉം S12ഉം എന്താ ഫോം ചെയ്യുന്നതെന്ന് അറിയാവോ? ഈ ഒരു സ്പേസിൽ നമുക്ക് സിഗ്നൽ, ഓക്കെ, S1 of t റെപ്രസെൻറ്റ് ചെയ്യാനുള്ള ആ ഒരു സിഗ്നലിൻ്റെ കോർഡിനേറ്റ് ആയിരിക്കും ഈ S11ഉം S12 എന്ന് പറയുന്നത്. സോ മേ ബി ഇപ്പോൾ ഇവിടെ സംവെയർ ഹിയർ ആയിരിക്കും ആ ഒരു സിഗ്നലിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ ദിസ് വിൽ ബി ദ this is the signal vector. This is the signal vector. Okay, this is the signal vector. ഓക്കെ, അപ്പോൾ ഈ കോർഡിനേറ്റ് എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്? S11 S12. ഓക്കെ, അപ്പോൾ ഈ S11 എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന പോലെ വാട്ട് ഈസ് S11? നമ്മൾ ഈ ഒരു സിഗ്നലിനെ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുവാണെങ്കിൽ ഇതായിരിക്കും S11. അതുപോലെ ഈ സിഗ്നലിൻ്റെ വാല്യൂ അറ്റ് ദിസ് ആക്സിസ് ആയിരിക്കും എന്ത്? S12 എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ വി plot the signals geometrically. Now if you are considering another signal ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, സെക്കൻഡ് സിഗ്നൽ നമ്മൾ എങ്ങനെ പ്ലോട്ട് ചെയ്യുക? സെക്കൻഡ് സിഗ്നൽ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ദാറ്റ് മീൻസ് I is equal to 2. I is equal to 2 ആകുമ്പം വിൽ ഗെറ്റ് ദ സെക്കൻഡ് സിഗ്നൽ. സോ S2 of t. ഓക്കെ, അതിൻ്റെ വെക്ടോറിക്കലി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിനകത്ത് എന്തൊക്കെ എലമെൻറ്റ്സ് ഉണ്ടാവും? S21, ഓക്കെ, ഹിയർ, ആൻഡ് S22. Now this S21 and S22 will form the coordinates
for representing the second message signal vector S21 and S22. So that might be ഇപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ആണെന്ന് ഓർക്കുക. ഓക്കെ, let this may be that point S21 and S22. Okay. Okay, fine. ഇതായിരിക്കും S21 and maybe somewhere here S22. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പോയിൻ്റ് ഫോം ചെയ്യുന്ന ഇതായിരിക്കും സെക്കൻഡ് സിഗ്നൽ വെക്റ്റർ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ ഫസ്റ്റ് സിഗ്നൽ വെക്റ്റർ S1 ആൻഡ് ദിസ് ഈസ് ദ സെക്കൻഡ് സിഗ്നൽ വെക്റ്റർ വാട്ട് S2. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു എലമെൻസിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ കോയഫിഷ്യൻസ് എന്നും പറയാറുണ്ട്. ഓക്കെ, ദീസ് ആർ ഓൾസോ നോൺ ആസ് സിഗ്നൽ കോയഫിഷ്യൻസ് എന്നും പറയാറുണ്ട്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ദേ ആർ നത്തിങ് ബട്ട് പ്രൊജക്ഷൻസ് അല്ലേ, ശരിയല്ലേ? ആ സിഗ്നലിൻ്റെ പ്രൊജക്ഷൻസ് ആണ്. ഈ സിഗ്നലിൻ്റെ ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷനായ 5.1/2 അതേകൂട്ട് തന്നെ 5.2/t ഈ പ്രൊജക്ഷൻസ് ആണ് S11 S12. അറ്റ് ദ സെയിം ടൈം ഈ സിഗ്നലിൻ്റെ 5.1/t 5.2/t പ്രൊജക്ഷൻസ് ആണ് ഏത് S21 S22. അപ്പോൾ ഇതിനെ പ്രൊജക്ഷൻസ് ഓൺ ടു ദ ആക്സിസ് എന്ന് നമ്മൾ പറയാറുണ്ട്. സോ ദിസ് ഈസ് ഹൗ വി പ്ലോട്ട് സിഗ്നൽ യൂസിങ് സിഗ്നൽ വെക്ടേഴ്സ് ഇൻ എ ജോമെട്രിക്കൽ സ്പേസ് വിത്ത് ആക്സിസ് ആസ് ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ. ഈ ആക്സിസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ട പ്രോപ്പർട്ടിയും ഞാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സിഗ്നലിനെ പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഈ സെക്ഷനിൽ പഠിക്കാം. വൺ ഈസ് അനലൈസർ ആൻഡ് ദ അതർ വൺ ഈസ് സിന്തസൈസർ. Okay, we will learn about analyzer or the other way, synthesizer. It is equivalent to transmitter പോലെ തന്നെയാണ്. Okay, synthesizer and analyzer. അനലൈസർ ഈക്വലൻ ടു ഒരു റിസീവർ പോലെ തന്നെയാണ്. ഓക്കെ, സിന്തസൈസറിനെ പറ്റിയും അനലൈസറിനെ പറ്റി നമുക്ക് പഠിക്കാം. ആ രണ്ട് ബ്ലോക്ക് ഡയഗ്രത്തിനെ പറ്റി പഠിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എഗെയിൻ നമുക്ക് ഇതുകൂട്ട് ഒരു സെറ്റ് ഓഫ് M എനർജി സിഗ്നൽസ് തന്നെ നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, ഹിയർ യു കൺസിഡർ എ സെറ്റ് ഓഫ് M energy signals. Okay, again SI of t is equal to, okay, this set varying from I1 to M. ഈ സെറ്റിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? S1 of t ഉണ്ടാവും, S2 of t ഉണ്ടാവും, അങ്ങനെ M എനർജി സിഗ്നൽ ഉണ്ടാവും, SM of t. ഓക്കെ, നൗ നമ്മളിനി അടുത്ത വേറൊരു വേരിയബിളും കൂടി പറയാൻ പോവാണ്. ഇപ്പം ഞാൻ പറഞ്ഞ അതേ വേരിയബിളാണ്. ഓക്കെ, കൺസിഡർ ഓർ ലെറ്റ് ദെയർ ബി. ഈ സിഗ്നൽസിനെ പ്ലോട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആക്സിസ് വേണം അല്ലേ, ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ വേണം. അപ്പം ലെറ്റ് ദെയർ ബി n സച്ച് ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷൻ. ഇതിനെ ഓക്കെ, M എനർജി സിഗ്നൽസും അതേപോലെ n ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ. ഇതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ഫെമിലറൈസ് ചെയ്ത് തന്നു. n ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷനും ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. ആൻഡ് condition is n will be always less than or equal to m. ഇങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇങ്ങനെ n ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷനും m എനർജി സിഗ്നൽസും ഉണ്ടെങ്കിൽ we can always, this is very important, we can always, ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞതുപോലെ n ഓർത്തോനോമൽ ഇത്രയും ബേസിസ് ഫംഗ്ഷനും ഈ സിഗ്നൽ വെക്ടേഴ്സും ഉണ്ടെങ്കിൽ, ഓക്കെ, സിഗ്നൽസും ഉണ്ടെങ്കിൽ, സിഗ്നൽ വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സിഗ്നൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സിഗ്നലിനെ ഓക്കെ, ഇപ്പോൾ S2 എന്ന് പറഞ്ഞ സിഗ്നലിനെ ഈ കോയഫിഷ്യൻസിൻ്റെയും ഈ ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ്റെയും ലീനിയർ കോമ്പിനേഷനായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. അത് എങ്ങനെയാണെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ n ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ we can always represent any signal, ഏത് സിഗ്നൽ ആയിക്കോട്ടെ, ഇതിനകത്ത് S1 of t ആയിക്കോട്ടെ, S2 of t ആയിക്കോട്ടെ, S3 of t ആയിക്കോട്ടെ, എനി സിഗ്നൽ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് എ ലീനിയർ കോമ്പിനേഷൻ. ഓക്കെ, ഇത് ഡിപ്പെൻഡൻസിയാണ്. ഈ ലീനിയർ ആയിട്ടായിരിക്കും, ലീനിയർ കോമ്പിനേഷനായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ലീനിയർ കോമ്പിനേഷൻ ഓഫ് എന്തിൻ്റെ ലീനിയർ കോമ്പിനേഷനാണ്? n ഓർത്തോനോർമൽ ബേസിസ്
ഫംഗ്ഷൻ, അതായത് ആക്സിസ്, ഇവിടെ 5(1)(t), 5(2)(t) പറഞ്ഞു, അങ്ങനെ അപ് ടു 5(n)(t) ഉണ്ടെങ്കിൽ ഓക്കെ, ഇങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഏതൊരു സിഗ്നലിനെ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ എങ്ങനെയായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്? എ ടൈംസ് എക്സ് ഓഫ് ടി പ്ലസ് ബി ടൈംസ് വൈ ഓഫ് ടി, ഓക്കെ, ഇങ്ങനെ പ്ലസ് സി ടൈംസ് ഇസഡ് ഓഫ് ടി. സി ഇങ്ങനെയാണ് നമ്മൾ ആ ലീനിയർ കോമ്പിനേഷൻ എഴുതുന്നത് അല്ലേ. ഇത് ലീനിയർ ഡിപ്പെൻഡൻസ് ആണ്, പ്ലസ് അനദർ ടേം. സോ ദിസ് ഈസ് ഹൗ വി റൈറ്റ് the linear combination of signal where A, B, C were the constants. അപ്പം അങ്ങനെയാണെങ്കിൽ ഓക്കെ, അതിന് മുമ്പ് സിഗ്നലിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. SI(t) ഏതെങ്കിലും ഒരു സിഗ്നൽ ആയിക്കോട്ടെ, അതിന് വെക്ടോറിക്കലി SI1, SI2 അപ് ടു SIN, ഓക്കെ, ഇത്രയും എലമെൻറ്റ്സ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. ഈ എലമെൻറ്റ്സ് കോഎഫിഷ്യൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, ദീസ് എലമെൻറ്റ്സ് വിൽ ബി കോൺസ്റ്റൻറ്റ്, ഇതിന് ഓരോ വാല്യൂ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കോഎഫിഷ്യൻസ് നമുക്ക് അവൈലബിൾ ആണ്, ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷൻ അവൈലബിൾ ആണെങ്കിൽ ഏതൊരു സിഗ്നലിനെയും ഇങ്ങനെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാം. ഇങ്ങനെയാണ് എഴുതുന്നത്. ദാറ്റ് കോഎഫിഷ്യൻ SI1 ഓക്കെ ഇൻറ്റു 5(1)(t), ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദ ബേസിസ് ഫംഗ്ഷൻ SI2 okay into 5(2)(t) plus etc. up to SIN into 5(n)(t) എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഐ എന്ന് പറയുന്നത് എന്താണ്? ഐ വേരിയിങ് ഫ്രം 1 to m, ഐ വേരീസ് ഫ്രം 1 to m. ഇങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് എന്ത് ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇതിനെയാണ് നമുക്ക് ലീനിയർ കോമ്പിനേഷൻ. അപ്പോൾ ഏതൊരു സിഗ്നലിനെയും അതിൻ്റെ സിഗ്നൽ വെക്ടർ അറിയാമെങ്കിൽ നമുക്ക് ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് ഏതൊരു സിഗ്നലിനെയും എഴുതാമെന്നാണ് പറയുന്നത്. S1(t) അപ്പം S11 5(1)(t) പ്ലസ് S12 5(2)(t) എക്സെട്ര എഴുതാം. S2(t) ആണെങ്കിലോ S21 5(1)(t) പ്ലസ് S22 5(2)(t) എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, ദിസ് ഈസ് വാലിഡ്. ഓക്കെ, ഈ ഇക്വേഷൻ നമുക്ക് വേറൊരു രീതിയിലും കൂടി ഞാൻ എഴുതാൻ പോവാണ്. ദാറ്റ് ഈസ് ജനറലി SI(t) ക്യാൻ ബി റിട്ടൺ ആസ് ഇതെല്ലാം പ്ലസ് ടേം അല്ലേ. സോ സമ്മേഷൻ എന്തൊക്കെയാണ് സമ്മേഷൻ? SI1 SI2 അപ് ടു SIN. ഞാൻ അതിനെ SIJ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പോവാണ്. SIJ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പോവാണ്. SIJ ഇൻറ്റു 5(j)(t) എന്ന് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യാൻ പോവാണ്. ശരിയല്ലേ? വേർ J ക്യാൻ ടേക്ക് വേർ I വേരീസ് ഫ്രം 1 to n ആൻഡ് J എന്ന് പറയുന്നത് വേരീസ് ഫ്രം 1 to m. സോറി, ദിസ് ഈസ് m ആൻഡ് ദിസ് ഈസ് n. ബിക്കോസ് n ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷൻ ആണുള്ളത്. ഇവിടെ ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷൻ്റെ നമ്പേഴ്സാണ് ഈ 1 J വെച്ചിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. SIJ 5(j)(t) 1 to J varying, this is varying from 1 to m. അപ്പോൾ ഇതിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തുകൂടെ? വേർ J varying from 1 to n. ജെയ്ക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഈ ഇക്വേഷൻ കിട്ടും. ഈ ഇക്വേഷൻ്റെ പേരാണ് സിന്തസൈസർ ഇക്വേഷൻ എന്ന് പറയും. ഓക്കെ, ദിസ് ഇക്വേഷൻ ഈസ് നോൺ ആസ് സിന്തസൈസർ ഇക്വേഷൻ എന്ന് പറയും. ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സിന്തസൈസർ ബ്ലോക്ക് അഥവാ ട്രാൻസ്മിറ്റർ ബ്ലോക്ക് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നോക്കിയേ, ഇതിൻ്റെ അർത്ഥം എന്താണ്? ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷനും ആ സിഗ്നൽ എലമെൻസും ആ കോഎഫിഷ്യൻസും അറിയാമെങ്കിൽ നമുക്ക് സിഗ്നലിനെ ജനറേറ്റ് ചെയ്യാം. സോ ദിസ് ഇക്വേഷൻ ഈസ് യൂസ്ഡ് ടു കൺസ്ട്രക്ട് ദ ട്രാൻസ്മിറ്റർ ഓർ സിന്തസൈസർ ബ്ലോക്ക്. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് വരയ്ക്കുന്നതെന്ന് നോക്കാം. സോ ഐ എം ഗോയിങ് ടു ഡ്രോ ദ സിന്തസൈസർ ബ്ലോക്ക് ഡയഗ്രാം. ഓക്കെ, ഇപ്പോൾ എന്തൊക്കെ വേണം സിന്തസൈസർ ബ്ലോക്ക് ഡയഗ്രത്തിൽ? നമുക്ക് RHS എന്തൊക്കെയാണ്? SIJ അല്ലേ. SIJ J വേരിങ് ഫ്രം 1 to n. ദാറ്റ് മീൻസ് എന്തൊക്കെ വേണം? വി നീഡ് SI1 അല്ലേ, SI2 അപ് ടു SIN. ഉണ്ടോ? ആ സിഗ്നൽ എലമെൻറ്റ്സ് ആണ്, അതിൻ്റെ കോഎഫിഷ്യൻസ് ആണ്, സിഗ്നൽ വെക്ടേഴ്സ്. ഓക്കെ, അതും പിന്നെ അതേ കൂട്ട് തന്നെ പിന്നെന്താ നമുക്ക് വേണ്ടത്? ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷൻ വേണം അല്ലേ. ഇതിന് രണ്ടിനും കൂടി എന്താ ഇവിടെ നടക്കുന്നത്? മൾട്ടിപ്ലിക്കേഷൻ ആണല്ലേ. സോ ദിസ് സിഗ്നൽ പാസ്ഡ് ഇൻറ്റു എ മൾട്ടിപ്ലെയർ. ആ മൾട്ടിപ്ലെയറിലേക്ക് നമ്മൾ ആദ്യം 5(1)(t) കൊടുക്കുന്നു. നൗ
Now second signal SI2 passed again into a multiplier multiplied with SI2. Equation നോക്കൂ, SI2 multiplied with ഏതാണ് phi 2 of t അല്ലേ. So SI2 multiplied with phi 2 of t. Similarly SIN multiplied with what? phi n of t, n orthonormal basis function. ഇതിനെല്ലാം കൂടി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? സമ്മേഷൻ ആണല്ലേ, ഇതിനെല്ലാം കൂടി സം ചെയ്യണം. സോ all this given to a summer. All this we are giving it to a summer. And ഇങ്ങനെ സം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? SI of t കിട്ടും. സോ ദിസ് ഈസ് ദ സിന്തസൈസർ ബ്ലോക്ക്. സിന്തസൈസ് ചെയ്യുവാണ്, ജനറേറ്റ് ചെയ്യുവാണ് എന്ത് സിഗ്നലിനെ, അതിൻ്റെ കോഎഫിഷ്യൻസിൽ നിന്നും ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷനിൽ നിന്ന് നമുക്ക് സിഗ്നലിനെ ജനറേറ്റ് ചെയ്യുവാണ്. അപ്പോൾ സിന്തസൈസർ അല്ലെങ്കിൽ ട്രാൻസ്മിറ്ററിൻ്റെ ബ്ലോക്ക് ഡയഗ്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എന്തെങ്കിലും ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതർ സൈഡിൽ നമുക്ക് എന്ത് ചെയ്യണം? റിസീവ് ചെയ്യണം അല്ലേ. സോ ഇപ്പം നമ്മൾ SI of t ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ അല്ലേ, ഇതാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. SI of t ഈസ് ട്രാൻസ്മിറ്റ്. അപ്പോൾ റിസീവർ എൻഡിൽ നമുക്ക് എന്ത് കിട്ടും? റിസീവർ സൈഡിൽ നമുക്ക് ഈ SI of t കിട്ടും. ഈ SI അപ്പോൾ റിസീവറിൻ്റെ ഫംഗ്ഷൻ എന്താണ്? റിസീവറിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഈ SI of t യിൽ നിന്ന് തിരിച്ച് നമ്മൾ എന്താണോ ട്രാൻസ്മിറ്റ് ചെയ്തത്, അതായത് ഈ SI1 SI2 അപ് ടു SI of n തിരിച്ച് കിട്ടണം. അതാണ് റിസീവറിൻ്റെ ഫംഗ്ഷൻ. സിന്തസൈസ് ചെയ്തു സിഗ്നലിനെ, ഇതിനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തു, റിസീവർ ഇതിനെ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ റിസീവറിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഈ സിഗ്നലിനെ അനലൈസ് ചെയ്ത് എന്താണോ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തത് അത് നമുക്ക് കിട്ടണം. അപ്പോൾ അതാണ് നമ്മളിനി അനലൈസർ ബ്ലോക്ക് ഡയഗ്രത്തിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് അനലൈസർ പഠിക്കാം. സിഗ്നലിനെ അനലൈസ് ചെയ്യുന്നു. നേരത്തെ നമ്മൾ സിഗ്നലിനെ ജനറേറ്റ് ചെയ്തത്, ഇനി സിഗ്നലിനെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് ആ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സിന്തസൈസർ ഇക്വേഷനിൽ നിന്ന് തന്നെ തുടങ്ങാം. ആ സിന്തസൈസർ ഇക്വേഷൻ എങ്ങനെയായിരുന്നു നമ്മൾ എഴുതിയത്? SI of t സമ്മേഷൻ j is equal to 1 to n. ദിസ് ഇക്വേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളിത് പലയിടത്തും ഇത് ഉപയോഗിക്കും. SIJ ഇൻറ്റു phi j of t. ഈ ഒരു മോഡ്യൂൾ ഫുള്ള് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യും. ഇനി ഈ ഇക്വേഷനിലേക്ക് നിങ്ങൾ രണ്ട് സൈഡിലും 5k of t വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, മൾട്ടിപ്ലൈ ബോത്ത് സൈഡ് ബൈ 5k of t. 5k of t വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തേ. അപ്പോൾ എന്താ കിട്ടുന്നത്? SI of t മൾട്ടിപ്ലൈഡ് ബൈ 5k of t is equal to summation j is equal to 1 to n Sij phi j of t into phi k of t. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഈ സിഗ്നലിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്? 5k of t വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അതായത് മറ്റൊന്നുമല്ല നമ്മൾ ചെയ്തിരിക്കുന്നത്, ഈ ഒരു സിഗ്നലിനെ നമ്മൾ ഒരു പ്രൊഡക്റ്റ് മോഡുലേറ്ററിൽ കൂടി കടത്തി വിടുവാണ്. പ്രൊഡക്റ്റ് മോഡുലേറ്റർ, അതായത് ഒരു പ്രോഡക്റ്റ് മോഡുലേറ്ററിലേക്ക് നമ്മൾ ഈ SI of t കടത്തി വിട്ടിട്ട് ആ SI of t ഞാൻ എന്ത് വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്ത്? 5k of t വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇതാണ് ഈ സ്റ്റെപ്പിൽ സംഭവിച്ചിരിക്കുന്നത്. ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ സംഭവിച്ചിരിക്കുന്നത് അതാണ്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? ഈ കിട്ടിയിരിക്കുന്ന ഈ റിസൾട്ടൻറ്റിനെ, ഈ പ്രൊഡക്റ്റിനെ ഞാൻ ഇൻ്റഗ്രേറ്ററിൽ കൂടി കടത്തിവിടാൻ പോവാണ്. ഒരു ഇൻ്റഗ്രേറ്ററിൽ കൂടി കടത്തിവിടാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ഞാൻ ഈ സിഗ്നലിനെ 5k of t വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഞാൻ രണ്ടാമത്തെ സ്റ്റെപ്പിൽ, ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പിൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് അറിയാമോ? ഈ സിഗ്നലിനെ ഞാനൊരു ഇൻ്റഗ്രേറ്ററിൽ കൂടി കടത്തിവിടുവാണ്. ആൻഡ് ഐ എം ഇൻ്റഗ്രേറ്റിംഗ് ഫ്രം 0 to t. SI of t 5k of tയെ ഞാൻ ഒരു ഇൻ്റഗ്രേറ്ററിൽ കൂടി കടത്തിവിട്ടു. അപ്പം റൈറ്റ് സൈഡിലും അതേ ഇൻ്റഗ്രേഷൻ വരും അല്ലേ. അപ്പോൾ സമ്മേഷൻ j is equal to 1 to n ഞാൻ പുറത്ത് എഴുതുവാണ്. ബിക്കോസ് SIJ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, കോൺസ്റ്റൻ്റ് ആണ്. ദേ ആർ കോഎഫിഷ്യൻസ്. സോ ദാറ്റ് ഇൻ്റഗ്രൽ ടേം അല്ല, ഇത് കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ ടിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷനാണ്. സോ അതിന് മാത്രം ഇൻ്റഗ്രൽ കൊടുത്തു, ഇൻറ്റു dt എന്ന് എഴുതി. ഓക്കെ, നമ്മൾ ഓൾറെഡി പഠിച്ചു ഈ ബേസിസ് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി എന്തായിരുന്നു? ഓക്കെ, ഈ ഒരു ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1 only when j ഈക്വൽ ടു k അല്ലേ. നമ്മൾ പഠിച്ചു നോർമലൈസ്ഡ് യൂണിറ്റ് എനർജിയാണ് ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ. അതിനകത്ത് നോർമലൈസ്ഡ് യൂണിറ്റ് എനർജി ആണെങ്കിൽ ഈ 5j ഈക്വൽ ടു 1 ആണ്, j ഈക്വൽ ടു കെയിൽ. j നോട്ട് ഈക്വൽ ടു k ആകുമ്പോഴത്തേക്ക് ഇത് 0 ആകും അല്ലേ, ഓർത്തോഗണലാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഞാൻ ഈ ഒരു കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ എന്ത് പറ്റും? ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുവാണ്.
അതായത് ജെ ഈക്വൽ ടു കെ. ജെ ഈക്വൽ ടു കെ ആകുമ്പോൾ എന്താ പറ്റുന്നത്, ഇവിടെ ഈ ഹോൾ തിങ് 1 ആയി പോകും അല്ലേ. അപ്പോൾ ഞാൻ ഈ സമ്മേഷനിനകത്ത് എന്താ ചെയ്യാൻ പോകുന്നത്, ജെയ്ക്ക് കെ എന്ന് പറഞ്ഞ ഒരൊറ്റ വാല്യൂ കൊടുക്കുകയാണ്. സോ ദി സമ്മേഷൻ വിൽ ഓൾസോ ഡിസപ്പിയർ ആൻഡ് ഫൈനലി യു വിൽ ഗെറ്റ്, ഇവിടെ ജെയ്ക്ക് പകരം കെ കൊടുത്തു, ഇവിടെ ഈ ഇൻ്റഗ്രൽ എന്താവും, j equal to k 1 ആവും അല്ലേ. ദിസ് വിൽ ബിക്കം ഈക്വൽ ടു 1 ആൻഡ് സോ യു വിൽ ഗെറ്റ് ദിസ് വാല്യൂ ബിക്കോസ് integral 0 to t 5j of t 5k of t dt is 1 when എപ്പോൾ j equal to k. അപ്പോൾ ജെയ്ക്ക് ഞാൻ ഇവിടെ ഒറ്റ ഒരു വാല്യൂ കൊടുത്തു. ഇവിടെ j 1 to n വരെ വേരി ചെയ്യുന്നു, വേണ്ട, ഇവിടെ ജെയ്ക്ക് ഒറ്റ ഒരു വാല്യൂ കൊടുത്തു, ദാറ്റ് ഈസ് k. സോ നമുക്ക് കിട്ടുന്നത് എന്താണ്, കിട്ടിയത് ഇൻ്റഗ്രൽ 0 to t si of t ഇൻറ്റു 5k of t. എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്, sik എന്ന് കിട്ടും. ഓക്കെ, j equal to k അല്ലേ അസ്യൂം ചെയ്തേ. Now you substitute back k equal, k ക്ക് പകരം j കൊടുത്തോളൂ. ഓക്കെ, now replace, okay, replace k because j and k are same ആണ്. now replace replace k by j, replace k by j same ആണ് അല്ലേ. so that means 0 to t si of t 5j of t dt is sij. or this equation can be written as sij. RHS ഇവിടെ എഴുതുന്നു. sij എന്ന് പറഞ്ഞാൽ എന്താണ്, ആ കോഎഫിഷ്യൻ്റ് ആണ് അല്ലേ, സിഗ്നൽ കോഎഫിഷ്യൻസ് ആണ്. si-നെ si1 si2 അപ് ടു sin. ഓർ ഇതിനെ ഞാൻ ജനറലി sij എന്ന് എഴുതിയിരിക്കുവാണ്, വേർ j വേരിയിങ് ഫ്രം 1 to n. ഈ എലമെൻസിനെ sij എന്ന് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ആ എലമെൻറ്റ്സ് കിട്ടുന്നത് എങ്ങനെയാണ്, Sij is equal to, it is obtained by integrating 0 to t si of t 5j of t dt. This is the analyzer equation. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനലൈസർ ഇക്വേഷൻ. അപ്പോൾ അനലൈസറിനകത്ത് എന്തുവാ ചെയ്യുന്നത്, നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത ആ സിഗ്നലിൽ നിന്ന് നമ്മൾ കോഎഫിഷ്യൻസ്, ആ വെക്റ്റർ എലമെൻറ്റ്സിനെ അനലൈസ് ചെയ്ത് എടുക്കുവാണ് അല്ലേ. അപ്പോൾ അവിടെ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കുന്നത്, ആ സിഗ്നലിനെ ആദ്യം നമ്മൾ ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷനുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു, അതിനുശേഷം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തു. അത് തന്നെയാണ് നമ്മളിവിടെ ചെയ്തത് അല്ലേ. ആ വരുന്ന ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നലിനെ മൾട്ടിപ്ലൈ ചെയ്തു ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ വെച്ചിട്ട്, എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ നമുക്കിവിടെ കിട്ടുന്നത്, നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത ആ കോഎഫിഷ്യൻസ് നമുക്ക് തിരിച്ച് കിട്ടുവാണ്. si1 si2 അപ് ടു sin, ദാറ്റ് ഈസ് sij ആണ് നമുക്ക് തിരിച്ച് കിട്ടുന്നത്. ഇതിനെയാണ് അനലൈസർ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെയാണ് എന്ത്, അനലൈസർ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഇക്വേഷനെ നമ്മൾ വെച്ച് വരയ്ക്കുവാണ്. ഈ ഇക്വേഷനെ ഞാൻ ബ്ലോക്ക് ഡയഗ്രത്തിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബ്ലോക്ക് ഡയഗ്രമാണ് അനലൈസർ. ഞാൻ അനലൈസർ വരയ്ക്കാൻ പോകും, അനലൈസർ ഓർ റിസീവർ ബ്ലോക്ക് ഡയഗ്രം എന്ന് പറയും. അപ്പോൾ അതെങ്ങനെയാണ് വരയ്ക്കുന്നത്, ഇക്വേഷനിലേക്ക് നോക്കി വരച്ചാൽ മതി. ഓക്കെ, ജസ്റ്റ് ലുക്ക് ഇൻ ടു ദ ഇക്വേഷൻ. വാട്ട് ഓൾ വി നീഡ് si of t അല്ലേ, si of t ഇൻപുട്ടായിട്ട് വേണം, si of t. ഓക്കെ, si of t മൾട്ടിപ്ലൈഡ് ബൈ ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ 5j of t ആണ്. അതിന് ഓരോ വാല്യൂസ് കൊടുക്കും. 5 of t 5 of t, okay, etc. up to 5n of t. ഓക്കെ, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഓരോ കോഎഫിഷ്യൻ്റ് അല്ലേ കിട്ടുന്നത്. ഓക്കെ, sij ആണ് നമുക്ക് കിട്ടേണ്ടത്, j വേരിയിങ് ഫ്രം 1 to n അല്ലേ, j വേരിയിങ് ഫ്രം 1 to n, ദാറ്റ് ഈസ് j1 5 വേണം, 5 വേണം, അപ് ടു 5n വരെ ഉള്ളത്. ദാറ്റ് ഈസ് വൈ നമ്മൾ ഓരോ പ്രോഡക്റ്റ് മോഡലായിട്ട് കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്, ഇൻ്റഗ്രേറ്റ് ചെയ്യണം അല്ലേ. ഇൻ്റഗ്രേറ്റ് ചെയ്യണം, എവിടെ മുതൽ ഇവിടെ വരെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്, 0 to t dt. സോ ഗിവൺ ടു ആൻ ഇൻ്റഗ്രേറ്റർ ബ്ലോക്ക് 0 to t dt, ഗിവൺ ടു ആൻ ഇൻ്റഗ്രേറ്റർ ബ്ലോക്ക് 0 to t dt. ഇങ്ങനെ ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് ഇത് si1 കിട്ടും, ഹിയർ യു വിൽ ഗെറ്റ് si2 കിട്ടും, ഹിയർ യു വിൽ ഗെറ്റ് sin കിട്ടും അല്ലേ. നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത ആ കോഎഫിഷ്യൻസ് നമുക്ക് കിട്ടി. ഇങ്ങനെ ഈ പ്രോഡക്റ്റ് ഇതിനെ എന്താണ് പറയുന്നത്, പ്രോഡക്റ്റ് മോഡുലേറ്റർ എന്ന് പറയും അല്ലേ. നമ്മൾ പ്രോഡക്റ്റ് ചെയ്യുവാണ്. ഓക്കെ, സോ ദിസ് പ്രോഡക്റ്റ് മോഡുലേറ്റർ, അപ്പോൾ ഈ ഒരു അനലൈസറിനകത്ത് ഇവിടെ എന്താ നടക്കുന്നത്, പ്രോഡക്റ്റ് മോഡുലേഷൻ ഫോളോഡ് ബൈ ഇൻ്റഗ്രേഷൻ ആണ് നടക്കുന്നത് അല്ലേ. സോ ദിസ് പ്രോഡക്റ്റ് മോഡുലേഷൻ ഫോളോഡ് ബൈ
integrator, product modulator followed by the integrator operation or okay, product modulator, product modulator followed by integrator. ഇതിനെ നമ്മൾ മറ്റൊരു പേരും പറയും. എന്താണെന്നറിയാവോ? ഓക്കെ, ദിസ് ഈസ് ഓൾസോ കോൾഡ്, നമ്മൾ ഈ മോഡ്യൂളിൽ നമ്മൾ ഒരുപാട് എടുത്ത് ഉപയോഗിക്കുന്ന ഒരു ടേമാണ്. ദിസ് ഈസ് ഓൾസോ കോൾഡ് കോറിലേഷൻ റിസീവർ എന്ന് പറയും. കോറിലേഷൻ റിസീവർ ഓർ കോറിലേറ്റർ എന്ന് പറയും. ഓർ കോറിലേറ്റർ, വി ഓൾസോ കോൾ ദിസ് ആസ് കോറിലേറ്റർ. ഇങ്ങനെ പ്രോഡക്റ്റ് മോഡുലേറ്റർ ഫോളോഡ് ബൈ ഇൻ്റഗ്രേറ്ററിനെ അനലൈസർ എന്ന് പറയും, കോറിലേറ്റർ എന്നൊക്കെ പറയും. സെയിം തിങ്. സോ നമ്മൾ ആ SIFT സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്തു, ചാനലിൽ കൂടി അതിനെ അയച്ചു. റിസീവറിൽ നമുക്ക് ആ SIFTയിൽ നിന്ന് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത അതേ സിഗ്നൽ കോഎഫിഷ്യൻസ് നമുക്ക് കിട്ടുകയും ചെയ്തു അല്ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അനലൈസർ സിന്തസൈസർ ബ്ലോക്ക്. ഇതിൻ്റെ നെക്സ്റ്റ് ലെക്ചർ നമ്മൾ ഒരു സിഗ്നലിനെ ഇങ്ങനെ ജോമെട്രിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നതിൻ്റെ സിഗ്നിഫിക്കൻസ്, ഓക്കെ, അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മെഷർ ചെയ്യാം, എന്തൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് ലെക്ചറിൽ പഠിക്കും. താങ്ക് യു.